സെയ്യാരയ്ക്ക് ശേഷം അടുത്ത വൈറൽ ലവ് സ്റ്റോറി ഫ്രം ബോളിവുഡ്. 100 കോടി അടിച്ച പടമാണ്. ഭയങ്കര വെയിറ്റ് ചെയ്തിരുന്ന ഒരു സിനിമയാണ്. ദാറ്റ് ടു ടോക്സിക് ലവ് സ്റ്റോറി. ആര് കാണും ടോക്സിക് ലവ് സ്റ്റോറി? ഞാൻ കാണും ടോക്സിക് ലവ് സ്റ്റോറി. C5 സ്ട്രീം ചെയ്യുന്നത്. ഹർഷവർദ്ധൻ റാണയുടെ പടം. ഹർഷവർദ്ധൻ റാണ അറിയില്ല. ഒരൊറ്റ പടം പറഞ്ഞാൽ മതി അങ്ങേരെ റേഞ്ച് മനസ്സിലാവാൻ. സനം തേരി കസം. എജാതി പടം, എജാതി പെർഫോമൻസ്. എന്നാ ഇത് ഏക് ദീവാനെ കി ദീവാനിയത് C5 സ്ട്രീം ചെയ്യുന്നത്. എ ക്ലാസ് അപരാധം. ക്രിഞ്ച് പറഞ്ഞാൽ ഇതിന്റെ ഡയലോഗ്സ് ഒക്കെ ക്രിഞ്ച് അൾട്രാ മെഗാ 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 പ്രോമാക്സ്. അജാതി സാധനം. ഇതൊക്കെ കണ്ടിരിക്കുമ്പോ തൊലി ഉരിഞ്ഞു പോകണം. നമ്മുടെ കാണുന്നവരെ തൊലി ഉരിഞ്ഞു പോകും. അതാണ് അവസ്ഥ. ഭൂമി ഒന്ന് പിളർന്ന് ഒന്ന് താഴെ പോയി പണ്ടാറടങ്ങിയാൽ മതി. അതായിരുന്നു അവസ്ഥ. എന്റെ ഹൃദയം 100 പൊട്ടിയ 101ാമത്തെ പീസ് നിന്നെ ആലോചിച്ച് തുടിക്കുന്നു. കേട്ടിരിക്കുമ്പോ എനിക്ക് വന്നൊരു കലിയുണ്ട്. ആൻഡ് ഇതിന് 100 കോടി. അൺബിലീവബിൾ. ഇതില് നായകൻ ടോക്സിക് ആണ്. അതായത് നായികയുടെ അടുത്ത് പറയും, നിനക്ക് കല്യാണത്തിന് 3 കാര്യം ഡിസൈഡ് ചെയ്യാം. എപ്പ വേണം കല്യാണം, എവിടെ വേണം കല്യാണം, എങ്ങനത്തെ ടൈപ്പ് കാർഡ് വേണം. നായിക മെഗാ 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 ടോക്സിക്. ഇവനെ ആരെങ്കിലും തട്ടിയാ അവന്റെ ഒപ്പം പോയി ഞാൻ കിടക്കാന്ന്. യാര് തലൈവി നീങ്ക യാര് എന്നിട്ട് പറയണം. തട്ടിക്കഴിഞ്ഞാ അവൻ ഒന്നെങ്കിൽ പോലീസ് പിടിക്കും, അല്ലെങ്കിൽ ഇവന്റെ പാർട്ടിക്കാർ കൊല്ലും. അപ്പൊ എനിക്ക് കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ വാക്കിന് 10 പൈസ പോലും വില കൊടുക്കാത്ത ഒരു അലവലാതി നായിക, അലവലാതി ക്യാരക്ടർ. ആൻഡ് ഇതിന് നമ്മുടെ ഹർഷവർദ്ധൻ റാണയുടെ ക്യാരക്ടർ കിഡു ക്യാരക്ടർ. അത്രയും പവർഫുൾ ക്യാരക്ടറാണ്. എന്താണ് മറ്റേ വിക്രമാദിത്യ ഭോസ്ലെ ചീഫ് മിനിസ്റ്റർ കണ്ടു കഴിഞ്ഞാൽ മാറി നിന്നിട്ട് കമ്മോൺ എന്നിട്ട് കസേര കിട്ടുമായിരിക്കും. ആജാതി പവർഫുൾ ക്യാരക്ടർ. സിനിമ തുടങ്ങിയിട്ട് 15ാമത്തെ മിനിറ്റ് ഒരു സിനിമാ നടിയെ കാണുമ്പോഴേക്കും ഹായ് അടാ ഏതടാ പാലടയാ, എന്റെ പേര് വിക്രമാദിത്യ ബോസ്ലെ, എന്നെ ഇഷ്ടമുള്ളവർ എന്നെ ആദിത്യ എന്ന് വിളിക്കുന്നു. ആ ഒരു മൊമെന്റില് ഈ കംപ്ലീറ്റ് ക്യാരക്ടർ അവിടെ ബ്രേക്കായി. പിന്നെ എന്തോന്ന് ബിൽഡപ്പ്, എന്തോന്ന് മാസ്. പിന്നെ കെഞ്ചലാണ്. ഈ കൊച്ചു ചെരുപ്പിട്ടില്ലെങ്കിൽ ഇവൻ ചെരുപ്പിടില്ല. ഇവൻ പോയി കെഞ്ചുക, ഈ കൊച്ചു അവോയ്ഡ് ചെയ്യുക. ആൻഡ് അതിന്റെ ഇടയ്ക്ക് ഒരു ആർമി ഓഫീസർ ഉണ്ട്. പാമ്പ് കടിക്കാൻ വരുന്നു പറഞ്ഞിട്ട് ഈ കൊച്ചിനെ കയറി പിടിക്കുന്നുണ്ട്. പാമ്പ് കടിക്കാൻ വരുന്നെങ്കിൽ ആ കൊച്ചിനെ പിടിച്ചിട്ട് മാറ്റിയാൽ പോരെ. എന്തിനാണ് കയറി പിടിക്കുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഈ കൊച്ച് ഇവന്റെ വീട്ടിലോട്ട് വരുന്ന ഒരു സീൻ ഉണ്ട്. അയ്യോ, കേൾക്കുമ്പോ തന്നെ കുളിര് കോരുന്നു. കേറി വന്ന ഉടനെ പൂക്കൾ ആകാശത്ത് നിന്ന് വർഷിക്കുന്നു. നിനക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഈ വീട് നിനക്ക് ഇഷ്ടമുള്ള പോലെ എന്താണ് ഡെക്കറേറ്റ് ചെയ്യാം, റീബിൽഡ് ചെയ്യാം, റീകൺസ്ട്രക്ട് ചെയ്യാം, റീസൈക്കിൾ ചെയ്യാം. നമ്മുടെ റൂം മോളിൽ മതി കേട്ടോ. ആ മോളിൽ നമുക്ക് 3 കുട്ടികൾ വേണം. കുട്ടികളുടെ റൂം നമ്മുടെ തൊട്ടടുത്ത് വേണം. ആൻഡ് ഹർഷവർദ്ധൻ റാണയുടെ ക്യാരക്ടർ പറയുമ്പോ തൊട്ട് കഴിഞ്ഞാൽ കണ്ണിത്തെ മലമ്പുഴ ഡാം പൊട്ടും. അതാണ് അവസ്ഥ. ഫസ്റ്റ് ഹാഫ് ഒക്കെ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിരുന്നു. വായയില് കൂളിപ്പ് വെച്ച പോലെയാണ് അങ്ങേരെ ഡയലോഗ് ഡെലിവറി. ആൻഡ് സെക്കൻഡ് ഹാഫ് പിന്നെ നായികയുടെ അഴിഞ്ഞാട്ടമായിരുന്നു. പോയി കിടക്ക, ഞാൻ നിന്റെ ഒപ്പം വന്ന് കിടക്ക. എന്നാൽ ഇവനെ കൊല്ലണം വെച്ചാ കുറച്ച് വിഷം കലക്കി കൊടുത്തതിന് അവ അമൃതാണ് കൊണ്ട് കുടിച്ചോളൂ. ആജാതി പാവം സാധനം. അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇജാതി മാസ് ഡയലോഗ്സ് ഒക്കെ വേണാ ചാച്ചി. എന്നിട്ട് ബുള്ളറ്റും കൊണ്ട് തോക്ക് കൊണ്ട് വെടിവെക്കല്, കത്തിയും കൊണ്ട് വെട്ടല്. ഇതില് 2-3 കിടുപാട്ടുണ്ട്. ലിറ്ററലി കിടുപാട്ടാണ്. പറഞ്ഞിട്ട് എന്ത് കാര്യം? മുങ്ങാൻ പോന്ന ടൈറ്റാനിക്കിന് ബെർല ഓപ്പസ് അടിച്ചാൽ എന്താണ്, ആശയം പെയിന്റ്സ് അടിച്ചാൽ എന്താണ്. ആജാതി ഒരു അപരാധം പിടിച്ച പടം. പിന്നെ ഹർഷവർദ്ധൻ റാണയുടെ പടത്തിന്റെ ക്ലൈമാക്സ് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഒരിക്കലും ഹാപ്പി എൻഡിങ് ഉണ്ടാവില്ല. എനിക്ക് അത്ര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്. ഞാൻ ഇങ്ങനെ ഒരു ലോഡ് ചവറുകൾ കണ്ടിട്ടുണ്ട് സനം തേരി കസം കണ്ടതിന് ശേഷം. മിറാൻഡ ബ്രദേഴ്സ് അപരാധമായിരുന്നു. പിന്നെ വേറെ ഒന്നുണ്ടായിരുന്നു, മറ്റേ ഹസി ദിൽറുബ. അത് നൈസ് പടമായിരുന്നു. പിന്നെ ഈ ഇടയ്ക്ക് വേറെ ഇങ്ങേരെ താര വേഴ്സസ് ബിലാല്, ഡങ്കി, പിന്നെ ഇങ്ങേരെ ജയിലിലിടുന്ന ഒരു പടം. എല്ലാം ഞാൻ സനം തേരി കസം ഇഷ്ടമായിട്ട് കണ്ടതാണ്. ഇത് അൺസൈക്കബിൾ. സയ്യാര 500 കോടി കിട്ടിയപ്പോ ലിറ്ററലി ഐ വാസ് ഷോക്ക്ഡ്. എന്നാൽ ഇതിന് 100 കോടി കിട്ടാ വെച്ചാൽ അത് 10,000 കോടി ഡിസേർവ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇത് തട്ടിക്കൂട്ട്.
ആൻഡ് ഏതൊരു ഡാഡി ഇല്ലാത്തവൻ ഇതിന്റെ ക്ലൈമാക്സ് ഒക്കെ ഷൂട്ട് ചെയ്ത് റീൽ ഇട്ടുണ്ടായിരുന്നു ഇറങ്ങിയ സമയത്ത്. ഞാൻ അറിയാതെ കാണുകയും ചെയ്തു. അപ്പൊ എനിക്ക് ഓൾറെഡി ഇതിന്റെ ക്ലൈമാക്സ് അറിയായിരുന്നു. എന്നാലും ഒന്നുമില്ല. സനം തേരി കസം ഇപ്പൊ കണ്ടാലും ഞാൻ കരയും ക്ലൈമാക്സ് കണ്ടു കഴിഞ്ഞാൽ. ഇതിപ്പൊ കണ്ടു കഴിഞ്ഞാൽ എന്റെ പട്ടി കരയും. ആജാതി ഒരു പരട്ടപ്പടം. ഇത് ചിലവർക്ക് എപ്പിക് ആയിട്ടൊക്കെ തോന്നും, അല്ലെങ്കിൽ ബാഹുബലി ഇത് എപ്പിക് ആയിട്ട് തോന്നും, മറ്റേ എന്താണ് മൊയ്തീനും കാഞ്ചനമാലയായിട്ടൊക്കെ തോന്നും. സോ വേണ്ടവർ കണ്ടു നോക്കുക. ഹിന്ദി ഭാഷയിൽ അവൈലബിൾ ആണ് ZEE5.